ഹരേ കൃഷ്ണ. എന്താ കഥ? ആരാണ് പറഞ്ഞതെന്ന് അറിയണ്ടേ? സുമിയാണ് കേട്ടോ, നമ്മുടെ സുമി ചേച്ചി ഗ്രൂപ്പിലുള്ള. നമ്മൾ മുന്നേ അനുഭവം പറഞ്ഞിരുന്നു. ഗ്രൂപ്പിലുള്ളവരുടെ അനുഭവം വരുമ്പോൾ എനിക്ക് നമ്പറൊക്കെ സേവ് ചെയ്യുന്നുണ്ട്, എനിക്ക് പെട്ടെന്ന് തന്നെ കാണാനും ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. അതുകൊണ്ട് അവരുടെ ഞാൻ പ്രയോറിറ്റി കൂടുതലായിട്ട് കൊടുത്തുകൊണ്ട് നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഗ്രൂപ്പിൽ വരാൻ ഞാൻ ജോയിൻ ബട്ടണിലൂടെ വരിക എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം സുമി ചേച്ചി എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാമല്ലോ. ഹരേ കൃഷ്ണ, ഞാൻ ത്രിമധുരം കുടുംബത്തിലെ സുമിയാണേ സാർ. മാർച്ച് 3-ന് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാൻ പോയിരുന്നു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നല്ല ഭംഗിയായിട്ടും സന്തോഷത്തോടെയും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ സാധിച്ചു. ഞങ്ങൾ മാർച്ച് 2-ന് ഇവിടെ നിന്നും പോയിട്ടോ. അവിടെ ചെന്നിട്ട് ആറ്റുകാലമ്മയെയും പത്മനാഭസ്വാമിയെയും പഴവങ്ങാടി ഗണപതിയെയും കണ്ട് തൊഴണം എന്നൊക്കെ ആയിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ ഇതൊന്നും നടന്നില്ല. അത്രയ്ക്ക് ജനസമുദ്രമായിരുന്നു അവിടം. വളരെ സങ്കടം തോന്നി. പത്മനാഭസ്വാമിയുടെ അടുത്തൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി തൊഴുതു. വെണ്ണയിൽ പൊതിഞ്ഞായിരുന്നു പൊന്നുണ്ണിയുടെ നിൽപ്പ്. ആ ക്ഷേത്രത്തിലെ ഏറ്റവും ആകർഷിച്ചത് രാധാദേവിയുടെ ശില്പമായിരുന്നു കേട്ടോ. എന്തൊരു ഭംഗിയാണ് കാണുവാൻ രാധാദേവിയെ. ആ കണ്ണുകളെ ജീവനുള്ളതുപോലെ തോന്നി. അങ്ങനെ കണ്ണനെയും രാധാറാണിയെയും മനം കുളിർക്കെ കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം പൊങ്കാല സമർപ്പണം എല്ലാം കഴിഞ്ഞ് 2:15-ന് നിവേദ്യം കഴിഞ്ഞു. ഞങ്ങൾക്ക് രാത്രി 10:30-നായിരുന്നു ബസ്സിന്റെ സമയം. അങ്ങനെ കുറച്ചു നേരം വിശ്രമിച്ചു. വൈകിട്ട് ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾ വീണ്ടും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയി. അന്ന് ചന്ദ്രഗ്രഹണമായതിനാൽ ക്ഷേത്രം അടച്ചിരുന്നു. പക്ഷേ നട തുറക്കുമ്പോൾ ദർശനത്തിനായി അപ്പോൾ തന്നെ നീണ്ട ക്യൂ ആയി കഴിഞ്ഞിരുന്നു. ക്യൂവിൽ നിന്നാൽ ചിലപ്പോൾ ബസ് മിസ്സായാലോ എന്ന് വിചാരിച്ച് ഞാനും എൻ്റെ ചേച്ചിയും ക്ഷേത്രത്തിൻ്റെ കൽപ്പടവിലിരുന്നു കേട്ടോ. എൻ്റെ മനസ്സിൽ ഭഗവാനോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ വന്നത് നീ അറിയുന്നുണ്ടോ സ്വാമി? അങ്ങനെ കുറേ സമയം അവിടെ ഇരുന്നു. പോകാൻ നേരം ഭഗവാനെ നമസ്കരിച്ച് തൊഴുതുട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചി അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരനോട് പറഞ്ഞു, ദേ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന കാര്യം ഭഗവാനോടൊന്ന് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എറണാകുളത്തു നിന്നല്ലേ? ഞങ്ങൾ ഒരേ സമയം അതേ എന്ന് പറഞ്ഞു. എന്നാൽ അടുത്ത ചോദ്യം ചോദിച്ചപ്പോൾ ഞെട്ടിപ്പോയി, എറണാകുളത്ത് വടക്കൻ പറവൂരിൽ നിന്നല്ലേ എന്ന്. ഞാൻ ഒരു നിമിഷം തരിച്ചുപോയി. എറണാകുളത്ത് നിന്നാണെന്ന് ഒരു പക്ഷേ നമ്മുടെ സ്ലാങ്ങിൽ നിന്ന് മനസ്സിലാക്കാം. പക്ഷേ സ്ഥലപ്പേര് പറഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഇതെങ്ങനെ മനസ്സിലായെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്കെല്ലാവരെയും അറിയാം, അവിടെയൊക്കെ പരിചയമുണ്ട് എന്ന്. പിന്നെ അദ്ദേഹം ചോദിച്ചു, പറവൂര് വളവിലൊരു ക്ഷേത്രം ഉണ്ടല്ലോ. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, പെരുവാരൻ ക്ഷേത്രമാണോ അതോ ചേമുണ്ടമംഗലത്താണോ എന്നൊക്കെ ഞാനും ചോദിച്ചു. അതെല്ലാം അറിയാമെന്ന് അദ്ദേഹം മറുപടി നൽകി. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്, കണ്ണൻകുളങ്ങര ക്ഷേത്രത്തെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് അപ്പോഴും പറഞ്ഞു, അതെ അവിടെ എനിക്കറിയാം, ഞാൻ വരാറുണ്ട് എന്ന്. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ വന്ന കാര്യം ഞാൻ പറഞ്ഞോളാം എന്ന്. ആകെ ഒരു മായിക ലോകത്തുള്ള അവസ്ഥയായിരുന്നു എൻ്റേത്. എൻ്റെ ചേച്ചി പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചില്ല, ഒരു പക്ഷേ ഒന്നകത്തേക്ക് കയറ്റുമോ എന്നൊക്കെ ചോദിച്ചു നോക്കായിരുന്നു എന്ന്. ആ സമയത്ത് അതൊന്നും തോന്നിച്ചില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ സന്തോഷവും അലതല്ലുകയായിരുന്നു. ഭഗവാനെ, ഞങ്ങൾ വന്നത് എന്തായാലും ഭഗവാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന്. ഇതിൽ കൂടുതൽ തെളിവ് എന്താണല്ലേ സാർ? പത്മനാഭ പ്രഭു അനന്തകോടി നമസ്കാരം. സാറ് ക്ഷമിക്കണം, കുറേ നീണ്ടുപോയി. സാറ് ചുരുക്കി വായിച്ചാൽ മതി കേട്ടോ. ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ ചോദ്യങ്ങളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റിയുടെ എല്ലാവിടെയും ഞാനുണ്ട്. നിങ്ങൾ ആ ഒരു സന്ദർഭം ഒന്ന് മനസ്സിൽ കാണുക. അത്രയും തിരക്കുള്ള ആ സന്ധ്യാസമയത്ത് ഇവരോട് എങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ അവരുടെ മനസ്സിന് ആ കൽപ്പടവിലിരുന്ന് സങ്കടപ്പെട്ട് തിരിച്ചു പോകാൻ നോക്കുന്ന ചേച്ചിയും അനുജത്തിയും കൂടെ ഭഗവാൻ അങ്ങനെ കാണാതിരിക്കാൻ പറ്റുമോ? കണ്ടു എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളുടെ മനസ്സ് നന്നാവും കേട്ടോ. മനസ്സ് എപ്പോഴും തെളിഞ്ഞു കൊണ്ടേയിരിക്കുക. ആരോടും ഒരു ദേഷ്യം ഒന്നും തോന്നാതെ മാത്രം പെരുമാറുക. അങ്ങനെയൊക്കെ ആകുമ്പോഴേ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഈ ഒരു അനുഭവം സംതിങ് സ്പെഷ്യലായി മാറി എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പം സുമി ചേച്ചി നമ്മുടെ ഗ്രൂപ്പ് തുടങ്ങിയത് മുതലുള്ള ആക്റ്റീവായിട്ടുള്ള മെമ്പറാണ്. എല്ലാവരുമായിട്ട് നല്ല പരിചയമുള്ള മെമ്പറാണ്. എന്തായാലും സുമി ചേച്ചിക്ക് സന്തോഷം ആവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരിലേക്ക് എത്തിക്കുക. ഇനിയും ഗ്രൂപ്പിലുള്ള കുറേ ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും ഒക്കെ അനുഭവങ്ങൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ സ്റ്റോക്ക് ഉണ്ട്. പുതിയത് പറയുമ്പോൾ അതിനിടയ്ക്ക് ഓരോന്നായിട്ട് അങ്ങനെ കയറി വരും കേട്ടോ. ഹരേ കൃഷ്ണ. ഗ്രൂപ്പിൽ വരേണ്ടവർക്ക് ജോയിൻ ബട്ടണിലൂടെ വരാം. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ ഹരേ കൃഷ്ണ.